ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് എൽബിയാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെയും പോലെ ഒരു അവധി ദിവസത്തെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചാനലും ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പം ഞാൻ ഇന്നലെ വൈകിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു വൻപയർ വെള്ളത്തിലിടണമെന്ന്, പക്ഷെ മറന്നുപോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അതങ്ങ് വെള്ളത്തിലിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കഴുകി എടുത്തതാണ്. എന്നിട്ട് ഞാൻ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ കുറച്ച് പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റവ ദോശയാണ്. അപ്പോൾ അതിനകത്തേക്ക് വേണ്ടിയിട്ട് റവ എടുക്കുന്നതാണ്. 1/2 കപ്പ് റവയാണ് എടുത്തത്. അത് തരി കുറഞ്ഞ നല്ല നേർമയായിട്ടുള്ള റവ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ ഇപ്പോൾ ചേർത്തത്. അത് ഞാൻ സാധാരണ ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ചേർത്തത്. ഒരു 1/4 കപ്പ് മൈദ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം. ഇനി അതിനകത്തേക്ക് ചേർക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇഞ്ചി, അതുപോലെ തന്നെ പച്ചമുളക്, സവാള, മല്ലിയില, ഇതൊക്കെയാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ചേർക്കുന്ന സാധനങ്ങളെല്ലാം കുരുകുരാന്നരിയാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം അതിനകത്ത് ഇങ്ങനെ അത് ഒരുപാട് വലുതായി കിടന്നാൽ അത് അത്ര അങ്ങ് കാണാനും ഭംഗിയുണ്ടാവില്ല, മാവുമായിട്ട് അങ്ങനെ യോജിച്ച് പോവുകയില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ സവാളയും നല്ല കുരുകുരാന്ന് അരിഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ നമ്മൾ സവാള അരിഞ്ഞെടുത്തു. ഞാനത് കുറച്ചും കൂടെ ഒന്ന് ചെറുതാക്കുന്നതാണ് ഇങ്ങനെ ആക്കിയിട്ട്. അതുപോലെ തന്നെ മല്ലിയില ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ചേർക്കണ്ട. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില അരിഞ്ഞെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക്. ഇത്രയും സാധനങ്ങളൊക്കെയാണ് നമ്മൾ അതിനകത്തേക്ക് ചേർക്കുന്നത്. വേറെയും കുറച്ചും കൂടെ ഉണ്ട്, ഞാൻ വഴിയെ പറഞ്ഞുതരാം കേട്ടോ. അപ്പം നമ്മളിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന റവയുടെ മിക്സിലേക്ക് നമ്മൾക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുരുമുളക് പൊടി നല്ല എരിവുള്ളത്, അപ്പോൾ ഞാൻ കുറച്ചേ ചേർത്തുള്ളൂ. പിന്നെ കുറച്ച് 2 നുള്ളു സാധാരണ ജീരകവും ചേർത്തു. എൻ്റെ മോന് ജീരകം അങ്ങനെ ഒരുപാട് കടിക്കുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് ചേർത്തത്. ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർക്കാം നിങ്ങൾക്ക്. പിന്നെ 2 സ്പൂൺ തൈര് ചേർത്തു. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല ലൂസായിട്ടുള്ള മാവാണ് വേണ്ടത്. അപ്പോൾ ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നീട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. എൻ്റെ ഈ അളവിന് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടി വന്നത് ഒരു 3 കപ്പോളം വെള്ളം വേണ്ടി വന്നു കേട്ടോ. അപ്പോൾ അത് നമ്മളെടുക്കുന്ന റവയും പിന്നെ നമ്മളെടുക്കുന്ന അരിപ്പൊടിയും ഒക്കെ അനുസരിച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ വരാം. നല്ല ലൂസായിട്ടുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത്. ഇത് ഉണ്ടാവും ഇതുപോലെ വെള്ളം പോലെ ഇരിക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ റവ ദോശ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുക. അപ്പോൾ നമുക്ക് അപ്പോഴേക്കും നമ്മുടെ ചമ്മന്തി അരച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പൊട്ടുകടല മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇടുന്നതാണ്. അതിനകത്തേക്ക് തേങ്ങയും ചെറിയുള്ളിയും ഒരു കഷ്ണം ഇഞ്ചി, പച്ചമുളക്, പിന്നെന്താ ഉപ്പ്, ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് കടുക് പൊട്ടിച്ചൊഴിക്കുന്നതാണ്. റവ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് ഇതുപോലെ പൊട്ടുകടലയൊക്കെ ഇട്ടിട്ട് ചമ്മന്തി അരയ്ക്കാറുള്ളത്. അല്ലാത്തപ്പോൾ ഞാൻ പൊട്ടുകടല ഇടാറില്ല. പിന്നെ പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. ഞാൻ ചിലപ്പോൾ കാഷ്യൂനട്ട് ഇട്ടിട്ടുണ്ടാക്കാറുണ്ട്. അതിനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പൊട്ടുകടല ഇടുന്നതിന് അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ മിക്സിയുടെ ജാറിനകത്തേക്ക് ഞാൻ ഓൾറെഡി തിളപ്പിച്ച വെള്ളം ഉണ്ടായിരുന്നേ, അപ്പോൾ അത് വെച്ചിട്ടൊന്ന് കഴുകി ഒഴിക്കുന്നതാണ്. അപ്പോൾ ആ തേങ്ങയുടെ എല്ലാ അംശങ്ങളും കിട്ടിക്കോളൂല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്തേക്ക് കടുക് പൊട്ടിച്ച് ഒഴിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. വേറെ പ്രത്യേകിച്ചൊന്നും ആ ചമ്മന്തിയിൽ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ റവ ദോശയ്ക്ക് കലക്കി ഒരു 10 മിനിറ്റ് വെക്കണം എന്ന് പറഞ്ഞില്ല, ആ ഗ്യാപ്പിലാണ് കേട്ടോ നമ്മൾ ചമ്മന്തി ഉണ്ടാക്കിയത്. അപ്പോൾ അതിനകത്തേക്ക് വേണ്ടി കടുക് പൊട്ടിക്കുകയാണ്. ചുമ്മാ കടുകും കറിവേപ്പിലയും ചുവന്നമുളകും മാത്രമേ പൊട്ടിച്ചിട്ടുള്ളൂ. ഞാൻ അതിനകത്തേക്ക് ചുവന്നുള്ളി ഒന്നും ചേർത്തില്ല. അത് കഴിഞ്ഞിട്ട് അത് മിക്സ് ചെയ്ത് വെച്ച് അപ്പുറത്തെ അടുപ്പിൽ തന്നെ നമ്മുടെ റവ ദോശ ഉണ്ടാക്കാനുള്ള നോൺ സ്റ്റിക്ക് പാനും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് റവ ദോശ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഇരുമ്പിൻ്റെ ചട്ടിയിൽ ചുടുമ്പോൾ അത്ര നല്ല രസമായിട്ട് വരാറില്ല. അതുകൊണ്ടാണ് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തത് കേട്ടോ. ശരിക്കും നിങ്ങൾക്ക് അങ്ങനെ റവ ദോശ ഉണ്ടാക്കുമ്പോൾ ഇരുമ്പിൻ്റെ ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ പറഞ്ഞു പോരുന്നുണ്ടെങ്കിൽ അത് തന്നെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ നല്ല തിന്നായിട്ടുള്ള ബാറ്ററാണെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ തൂവി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് ഏത് വലുപ്പത്തിലും ഉണ്ടാക്കാം കേട്ടോ. ഇത് 1/2 ചെറുത് മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ചെറുത് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒന്ന് വെന്ത് വരുമ്പോൾ കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ എന്ത് വേണേലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. അപ്പോൾ ഒരു സൈഡാകുമ്പോൾ നന്നായിട്ട് മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടെ നന്നായിട്ട് മുരിച്ചെടുക്കുക.
അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്ലേറ്റിനകത്തേക്ക് മാറ്റി വയ്ക്കുക. അങ്ങനെയാണ് നമ്മുടെ റവ ദോശ ചുട്ടെടുക്കുന്നത്. അപ്പോൾ റവ ദോശ ചുടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സാധാരണ ദോശയെക്കാളും നല്ലോണം സമയം കൂടുതലെടുക്കും വെന്ത് വരാനായിട്ട്. അപ്പോൾ അരികൊക്കെ ഇങ്ങനെ വെന്ത് മുരിഞ്ഞ് വരുമ്പോഴാണ് നമ്മൾ മറിച്ചിട്ട് കൊടുക്കേണ്ടത്. കുറച്ചധികം സമയം എടുക്കും കേട്ടോ. ഇതുപോലെയൊക്കെ നല്ലോണം മുരിഞ്ഞ് വന്നു കഴിയുമ്പോഴാണ് നമ്മൾ മറിച്ചിട്ട് കൊടുക്കേണ്ടത്. എന്താ പറയുക, കുറച്ച് ശ്രദ്ധിച്ചിട്ട് മറിച്ചിട്ടാൽ മതി, അപ്പോൾ നന്നായി കിട്ടിക്കോളും. പിന്നെ അതുപോലെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് വേവിച്ചെടുക്കേണ്ടത്, കാരണം ഇച്ചിരി വേവുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് നമുക്ക് റവ ദോശയും ചമ്മന്തിയും കഴിക്കാം. ഇപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം അല്ലേ. എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മടുക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് പരീക്ഷിക്കാവുന്ന ഒരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ്. നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ എപ്പോഴും ബാറ്റർ നല്ല തിന്നായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള റവ ദോശ കിട്ടും കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുറച്ച് കത്തിയടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഉച്ചത്തെ ഊണിനുള്ള പരിപാടികൾ തുടങ്ങാം. ആദ്യം നമുക്ക് ആ വൻപയറൊന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് കുക്കറിൽ കൂവിക്കാനായിട്ട് വെക്കുകയാണ്. പിന്നെ നമ്മളൊരു നാടൻ ഊണാണ്. അപ്പോൾ അതിലേക്ക് കൂട്ടാൻ എന്താണെന്ന് വെച്ചാൽ മുരിങ്ങക്കായും മാങ്ങയും കൂടെ കൂടിയിട്ടുള്ളൊരു കറിയും പിന്നെ ഒരു തോരനുണ്ട്, ഒരു മെഴുക്കുവരട്ടിയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രോസൺ മുരിങ്ങക്കോലാണ് എടുത്തേക്കുന്നത്. ഇവിടെ ഫ്രഷ് വാങ്ങാൻ കിട്ടുന്നത് വളരെ ചുരുക്കമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ മാങ്ങ ഇതുപോലെ വാങ്ങിയിട്ട് അരിഞ്ഞ് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാനെടുത്ത് പുറത്ത് വെച്ചതാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സവാള, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ഇതെല്ലാം ഞാനിങ്ങനെ ഒരുമിച്ച് തൊണ്ട് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ അരിയുന്നത് നമ്മുടെ കറിക്ക് വേണ്ടിയിട്ടുള്ള സവാളയാണ്. നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. അതിനകത്തേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതും പച്ചമുളകും കറിവേപ്പിലൊക്കെ വേണം കേട്ടോ. സാധാരണ നമ്മുടെയൊക്കെ നാട്ടിലോട്ട് ചക്കക്കുരു മാങ്ങയും ചെമ്മീനും വെക്കും. അതുപോലെ മുരിങ്ങാക്കോലും ചക്കക്കുരു മാങ്ങയും വെക്കും. മുരിങ്ങാക്കോലും മാങ്ങയും വെക്കും. അത് തേങ്ങ അരച്ചും വെക്കും. അതുപോലെ തന്നെ തേങ്ങ പാല് പിഴിഞ്ഞിട്ടും വെക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് തേങ്ങ പാല് പിഴിഞ്ഞിട്ട് വെക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ പച്ചച്ചെമ്മീനും അല്ലെങ്കിൽ ഉണക്കച്ചെമ്മീനൊക്കെ ഇട്ട് വെക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇന്ന് അതൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ അതൊന്നും ചേർത്തിട്ടില്ല. അപ്പോഴേക്കും നമ്മുടെ വൻപയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം ബാക്കിയുണ്ട്, ആ വെള്ളം വേണം നമുക്ക്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അത്രയും വെള്ളം ഒഴിച്ചത്. അപ്പോൾ നമുക്ക് കടുകെല്ലാം പൊട്ടി കഴിയുമ്പോൾ ചീനിച്ചട്ടീനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയെല്ലാം നന്നായിട്ട് വാടി ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കിതിനെ ഒന്ന് വഴറ്റി കൊടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പൊടികളൊക്കെ ചേർക്കുക. അപ്പോൾ അതവിടെ വാടി വരാനായിട്ട് ഞാനത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മുടെ വൻപയറിൻ്റെ തോരനിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും പച്ചമുളകും ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളിയും അതും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ. വൻപയർ തോരൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ അതവിടെ വാടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുക്കറിലേക്ക് തന്നെ ആ തേങ്ങ നമ്മളൊന്ന് ചതച്ചെടുത്തില്ലേ, പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇടാം. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുക്കറിൻ്റെ ആ വിസിൽ മാറ്റിയിട്ട് അടപ്പ് വെച്ചിട്ട് അടച്ചിട്ട് അതൊരു 2-3 മിനിറ്റ് അതിനെ അങ്ങനെ ആവി കയറാനായിട്ട് വിടും. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ അധികം വെള്ളം ഇല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. എൻ്റെ കയ്യിൽ ഒരുപാട് വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് തീ കുറച്ചല്ല വെച്ചത്. അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ സവാളയെല്ലാം നന്നായിട്ട് വാടി വന്നു. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ആദ്യം മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ട് ഒരു ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടുക. അത് കഴിഞ്ഞൊരു 2.5 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. അത് കഴിഞ്ഞൊരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു. അത് കഴിഞ്ഞൊരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്തു. ഉലുവ ചുമ്മാ വറുത്ത് പൊടിച്ച് വെച്ചതാണ്. അപ്പോൾ അതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് അളവുകളിലൊക്കെ മാറ്റം വരുത്തിക്കോളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്തേക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. തേങ്ങയുടെ 2-ാം പാൽ എടുത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ടിന്നിലെ തേങ്ങാപ്പാലാണ് എടുത്തേക്കുന്നത്. അത് ഞാൻ കുറച്ച് ഡൈല്യൂട്ടായിട്ട് ഒഴിച്ചു കൊടുത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് കഷ്ണങ്ങളൊക്കെ വെന്ത് വരാൻ വേണ്ടിയിട്ടുള്ള തേങ്ങാപ്പാൽ വേണം. അപ്പോൾ ആദ്യം നമ്മൾ അതിനകത്തേക്ക് മുരിങ്ങക്കോലാണ് ഇടുന്നത്. മുരിങ്ങക്കോൽ വെന്ത് കഴിയുമ്പോഴാണ് നമ്മൾ ഒരു 3/4 വേവാകുമ്പോഴാണ് കേട്ടോ നമ്മൾ മാങ്ങ ഇടുന്നത്. അപ്പോൾ നമ്മുടെ കുക്കർ അവിടെ ഇരുന്ന് ആവി പോയിക്കൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നമുക്കതിനെ വേവിക്കാൻ വെക്കാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ നമ്മുടെ വൻപയർ തോരനാക്കാനുള്ള ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണ്. അത് എടുക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ മുരിങ്ങാക്കോല അവിടെ കിടന്നിട്ട് വെന്ത് വരുന്നുണ്ട്.
അപ്പോഴേക്കും നമ്മുടെ തേങ്ങ ഒന്ന് ആവിയൊക്കെ കയറി തേങ്ങയുടെ പച്ച മണമൊക്കെ മാറി. അപ്പോൾ നമുക്ക് അതിനെ തോരനാക്കാനായിട്ട് അടുത്ത അടുപ്പിൽ ചീനച്ചട്ടി വെച്ച് കടുക് പൊട്ടിച്ച് കഴിയുമ്പോൾ നമ്മൾ ആ ചതച്ച കൂട്ടില്ലേ, അതായത് ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടെ കൂടിയിട്ട് ചതച്ചത്, അത് കുറച്ച് കറിവേപ്പിലയും കൂടെ കൂടിയിട്ട് ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി ഇങ്ങനെ ചതച്ചുണ്ടാക്കുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ ഒരു അപാര ഒരു ടേസ്റ്റ് വരിക. അപ്പോൾ അത് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് കുറച്ച് ഇടിച്ച മുളകില്ലേ, ചില്ലി ഫ്ലേക്സ്, അത് ചേർത്ത് കൊടുക്കും. അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. പിന്നെ കാരണം നമ്മൾ തേങ്ങയിൽ 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ചില്ലി ഫ്ലേക്സ് നന്നായിട്ട് മൂത്ത് ഒരു മണം വരും. അപ്പം നമ്മൾ നമ്മുടെ എന്താ പറയുക വെന്ത പയറും തേങ്ങയും കൂടെ കൂടിയിട്ടിട്ട് നന്നായിട്ട് ഇളക്കി തോർത്തിയെടുക്കുക. അതാണ് നമ്മുടെ വൻപയർ തോരൻ. ഞങ്ങൾക്കിവിടെ ഈ രീതിയിൽ ഉണ്ടാക്കുന്നത് നല്ല ഇഷ്ടമാണ്, നല്ല ടേസ്റ്റായിട്ട് തോന്നാറുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ ചതച്ചത് ചേർത്ത് കഴിഞ്ഞിട്ട് മൂത്ത് കഴിഞ്ഞപ്പോഴേ മഞ്ഞൾപ്പൊടിയുടെ മറന്നു പോയതാണ്. അപ്പോഴേക്കും നമ്മുടെ മുരിങ്ങക്കോല് വെന്ത് വന്നു. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് മാങ്ങ ചേർത്ത് കൊടുത്തു. മാങ്ങയ്ക്ക് ഒരുപാട് വേവൊന്നുമില്ല, അപ്പോൾ മാങ്ങ പെട്ടെന്ന് തന്നെ വെന്ത് വരും. അപ്പോൾ ഇതിനകത്ത് ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തോരനാക്കി എടുക്കുന്നതാണ്. ഞങ്ങൾക്ക് കുറച്ചിങ്ങനെ കുഴഞ്ഞിരിക്കുന്ന രീതിയിൽ പയറിൻ്റെ തോരൻ ഉണ്ടാക്കാനാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ അത് നമ്മുടെ തോരൻ റെഡിയായി. അപ്പോഴേക്കും നമ്മുടെ മാങ്ങയെല്ലാം വെന്ത് കറി നന്നായിട്ട് കുറുകിയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഒന്ന് വെന്ത് ഒന്നോടെ ഒന്ന് കുറുകി വരുമ്പോഴാണ് നമ്മൾ അതിനകത്തേക്ക് 1-ാം പാൽ ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് മെഴുക്ക് വരട്ടിക്കുള്ള സാധനങ്ങളൊന്ന് അരിഞ്ഞെടുക്കാം. ഇതുപോലെ നീളത്തിലരിഞ്ഞ ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടെ കൂടിയിട്ട് മെഴുക്ക് വരട്ടി ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഉണ്ടാക്കാത്തവർ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കേ. ഇതിനകത്ത് ഞാൻ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള പൊടികളൊക്കെ ചേർക്കുന്നുണ്ട്. എനിക്ക് അതൊക്കെ ചേർത്തപ്പോൾ നല്ല രസമായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു മെഴുക്ക് വരട്ടിയാണ്, സാധാരണ പോലത്തെ മെഴുക്ക് വരട്ടി അല്ല കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് വേണ്ടിയിട്ട് വെളുത്തുള്ളി ചതച്ചെടുക്കുന്നതാണ്. ഈ ചതച്ച വെളുത്തുള്ളിയൊക്കെ അതിൻ്റെ കൂടെ ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നന്നായിട്ട് നമ്മുടെ കൂട്ടാൻ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ലാസ്റ്റ് 1-ാം പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കുകയാണ്. ഇനി അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് തിള വരുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. മാങ്ങയ്ക്ക് നല്ല പുളിയൊക്കെ ഉള്ളതാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ പച്ചച്ചെമ്മീനോ അല്ലെങ്കിൽ ഉണക്കച്ചെമ്മീനൊക്കെ ഉണ്ടെങ്കിൽ അതും ഇടാം കേട്ടോ. നൊയമ്പൊന്നും ഇല്ലാത്തവരൊക്കെ അതും ഇടാം. അപ്പോൾ ദേ ഉരുളക്കിഴങ്ങും ഇതുപോലെ തന്നെ നീളത്തിൽ കഷ്ണാക്കി എടുക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ തോരനല്ല മെഴുക്ക് വരട്ടിയിലേക്ക് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങൾ അരിഞ്ഞെടുക്കുന്നതാണ്. 1-ാം പാൽ ഒഴിച്ച് ഒന്ന് തിള വന്നപ്പോഴേക്കും നമ്മളത് ഓഫ് ചെയ്തു. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. അടുത്ത അടുപ്പിൽ നമുക്ക് നമ്മുടെ മെഴുക്ക് വരട്ടി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് സവാള ആദ്യം ഒന്ന് വഴറ്റാൻ വെക്കുകയാണ്. അതിനകത്തേക്ക് നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സവാള അല്ലാട്ടോ ശരിക്കും നല്ല ടേസ്റ്റ്, ചെറിയുള്ളി തന്നെയാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അതുണ്ടെങ്കിൽ അത് ചേർക്കുക. അപ്പോൾ സവാളയും വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലൊക്കെ ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ പൊടികൾ ചേർക്കുകയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്, കുറച്ച് ഗരം മസാല ചേർക്കുന്നുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും ചേർക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് ഈ മെഴുക്ക് വരട്ടിക്ക് ഒരു കുറച്ച് പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞത്. ഇതെല്ലാം കൂടെ ചേർത്തപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റ് തോന്നിയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മെഴുക്ക് വരട്ടി ആക്കിയത്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, പൊടികൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, അതുപോലെ തന്നെ കുരുമുളകിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്, കുറച്ച് ഗരം മസാല, പിന്നെ ചില്ലി ഫ്ലേക്സ്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ തളിച്ച് കൊടുക്കാം. എനിക്ക് വെള്ളം തളിച്ച് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇതുപോലെ മൂടി വെച്ചപ്പോൾ അത് നന്നായിട്ട് വെന്ത് നല്ല മെഴുക്ക് വരട്ടി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഉച്ചത്തേക്കുള്ള കൂട്ടാനും മെഴുക്ക് വരട്ടിയും തോരനും എല്ലാം റെഡിയായപ്പോൾ നമുക്ക് ചോറുണ്ടാവും. അപ്പോൾ ഞാൻ ഈ ചോറെടുത്തു. ചോറ് ഇന്നലെ വെച്ചത് ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ ഞാനത് ചൂടാക്കിയതേ ഉള്ളൂ കേട്ടോ, അല്ലാതെ ഇന്ന് വേറെ ചോറ് വെച്ചില്ല. അപ്പോൾ ദേ നമ്മുടെ മെഴുക്ക് വരട്ടി, അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ചാറുകറി എടുക്കാം. ഇപ്പോൾ ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞിട്ട് നമ്മളുടെ കറിവേപ്പിനെ ഒന്ന് വെട്ടി നിർത്തണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ തണുപ്പൊക്കെ മാറി തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ, ഈ സമയത്താണ് ഞാൻ കറിവേപ്പിനെ വെട്ടി നിർത്താറുള്ളത്. അതുപോലെ തന്നെ പുറത്തെ കുറച്ച് ചെടികളൊക്കെ ഒന്ന് വെട്ടി നിർത്തണമെന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ചോറുണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ കറിവേപ്പ് എങ്ങനെ വളർത്തിയെടുക്കാമെന്നൊക്കെ ഉള്ള ഒരു ടിപ്സിൻ്റെയൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ലോണം വ്യൂ ഒക്കെ ഉള്ളൊരു നല്ല വീഡിയോ ആണത്. അപ്പോൾ ഇതുവരെ കാണാത്തവർ അതൊന്ന് പോയി കണ്ടു നോക്കൂ. പുറത്തൊക്കെ താമസിക്കുന്നവർക്ക് എങ്ങനെ ഒരു നല്ല കറിവേപ്പ് വീട്ടിൽ വളർത്തിയെടുക്കാം, തണുപ്പ് രാജ്യങ്ങളിലാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ അതിനെ പരിപാലിക്കാമെന്നൊക്കെ എനിക്കറിയുന്ന പോലെ ഞാൻ അതിനകത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്.
ഇതുവരെ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കൂ. അപ്പോൾ ഞാൻ ഇത് കറിവേപ്പ് ഞാൻ തണുപ്പ് സമയമാകുമ്പോൾ വീടിൻ്റെ ഉള്ളിൽ എടുത്ത് വയ്ക്കും. ഇപ്പം നിങ്ങൾ കാണുന്ന നവംബറിൽ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ എടുത്ത് വെച്ചപ്പോൾ ഉണ്ടായിരുന്ന കറിവേപ്പാണ് കേട്ടോ. ഇപ്പോൾ ഇതുപോലെയല്ല, ഇപ്പോഴത്തെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ആവശ്യത്തിന് ഇലയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഹീറ്ററല്ലേ ഇടുക തണുപ്പ് സമയത്ത് ഉള്ളിൽ. അപ്പോൾ ഹീറ്ററിൻ്റെ ചൂടും എല്ലാം കൂടെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ പുറത്തുനിന്ന് ഉള്ളിലേക്ക് എടുത്ത് വെച്ച ആ ഒരു സ്ട്രെസ്സും ഒക്കെ കൂടെ ആകുമ്പോൾ കുറച്ചൊക്കെ ഇല കൊഴിഞ്ഞു പോവും. അത് സാധാരണയാണ്, എനിക്കും അങ്ങനെ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ നന്നായിട്ട് ഇല അതിൽ നിന്ന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കറിവേപ്പ് നിൽക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ കാണും, അത് ഇതുപോലെയാണ്. അപ്പോൾ ഇനി ഞാൻ അതിൻ്റെ കമ്പുകളെല്ലാം വെട്ടിക്കളയാണ്. നമ്മൾ ആ വെട്ടിക്കളയുന്ന കറിവേപ്പില നമ്മൾ ഫ്രീസറിലെടുത്ത് സൂക്ഷിച്ച് വെക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പ്രൂൺ ചെയ്യാമെന്നാണ് ഇതിനെ പറയുക. ഇങ്ങനെ പ്രൂൺ ചെയ്താലാണ് നമ്മുടെ കറിവേപ്പ് വേനൽക്കാലത്ത് നല്ല അടിപൊളിയായിട്ട് നല്ല ബുഷിയായിട്ട് വളർന്നു വരുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ സ്പ്രിങ് ഒക്കെ തുടങ്ങാറാവുമ്പോൾ, ഇതിപ്പോൾ സ്പ്രിങ് തുടങ്ങി, ഇന്ന് ഫസ്റ്റ് ഡേ ആണ് സ്പ്രിങ്ങിൻ്റെ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ എനിക്കിത് വെട്ടുമ്പോൾ എപ്പോഴും ഒരു പേടിയാണ്. കാര്യം കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായിട്ട് എപ്പോൾ വെട്ടിയിട്ടുണ്ടെങ്കിലും അത് നന്നായിട്ട് പൊടിച്ച് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടെങ്കിലും ഓരോ പ്രാവശ്യം ഇത്രയും വെട്ടുമ്പോൾ എനിക്ക് കുറച്ചൊരു പേടിയൊക്കെ ഉണ്ട്. പക്ഷേ എന്തായാലും അത് വളർന്നു വന്നോളൂ. കാരണം ഇങ്ങനെ വെട്ടിയാലാണ് അതിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ കോല് പോലെ വളരാതെ നല്ല ബുഷിയായിട്ട് നല്ല അടിപൊളിയായിട്ട് വളർന്നു വരുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നല്ലോണം അതിൻ്റെ വലിയ വലിയ തണ്ടുകളെല്ലാം തന്നെ ഞാൻ താഴെ വെച്ചിട്ട് മുറിച്ച് വിടുന്നുണ്ട്. പണ്ടത്തെ കറിവേപ്പിൻ്റെ വീഡിയോ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കൂ. പുറത്തൊക്കെ കേരളത്തിന് പുറത്തൊക്കെ താമസിക്കുന്നവർക്കും വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്നവർക്കൊക്കെ എന്തായാലും പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ എവിടെയെങ്കിലും ഒരു കറിവേപ്പിൻ്റെ തൈയൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് വളർത്തി നോക്കൂ. കാരണം ഇവിടെയൊക്കെ സ്നോ പെയ്യുന്നിടമല്ലേ. അപ്പോൾ എനിക്ക് ഇതുപോലെ വളർത്താൻ പറ്റുമെങ്കിൽ എവിടെ ആണെങ്കിലും ഒരുപാട് സ്നോയൊന്നും അല്ല, കുറച്ച് മാസങ്ങൾ വെയിലൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവനവന് വിഷം അടിക്കാതെ നല്ല കറിവേപ്പില വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ അത് നമ്മുടെ എല്ലാ തണ്ടും മുറിച്ച് കഴിഞ്ഞു കേട്ടോ. ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ എങ്ങനെയാണ് കറിവേപ്പിരിക്കുന്നതെന്ന്. അപ്പോൾ അത് ഇതുപോലെ എല്ലാം പോയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ നിന്നെല്ലാം നല്ലോണം പൊടിയെല്ലാം വന്ന് ഞാനിതിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ആ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്, അത് പക്ഷേ ഫോട്ടോ ആയിട്ടാണ് കാണിച്ചേക്കുന്നതെന്ന് മാത്രം. അപ്പോൾ അതേ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച കിളി അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഞങ്ങളെ കാണുമ്പോൾ അത്ര പേടിയൊന്നുമില്ല, പക്ഷേ എന്നാലും ആരോട് ഇന്നാൾ ഇങ്ങനെ ചാടി നോക്കാൻ നോക്കിയതിന്, അപ്പോൾ അന്നേരം പറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെയുള്ള ചെടികളൊക്കെ ഒന്ന് വെട്ടിക്കളയുന്നതാണ്. റോസ് ഓൾറെഡി കുറച്ച് നന്നായിട്ട് പൊടിച്ചു വന്നു, അപ്പോൾ എനിക്കതിനെ പിന്നെ വെട്ടാൻ തോന്നിയില്ല. ഇതൊരു മുള്ളുള്ള, അത് പൂവൊന്നും ഉണ്ടാവാത്ത ഒരു ചുവന്ന ഇലയുള്ള ഒരു ചെടിയാണ് കേട്ടോ. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ അതെല്ലാം ഒന്നിങ്ങനെ വെട്ടി നിർത്തുകയാണ്. അതിന് നല്ലോണം മുള്ളുണ്ട്. അപ്പോൾ കാരണം ഇനിയെല്ലാം ഇങ്ങനെ പൊടിച്ച് വരുന്ന സമയമാണ്, കാരണം തണുപ്പൊക്കെ മാറി തുടങ്ങിയല്ലോ. അപ്പോൾ ഒരുപാട് കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്താ പറയുക ഉച്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ശരിക്കും അവിടെ എല്ലാം പുല്ല് മുളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതെല്ലാം ഇനി പുല്ലെല്ലാം പറിച്ച് കളയണം, കുറച്ച് നല്ല പണിയുണ്ട്. അതുപോലെ തന്നെ അവിടെ മൾച്ചിടണം, അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.